മൂവാറ്റുപുഴ പുനലൂർ ദേശീയപാതയിലുണ്ടായ കാർ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക്. കോന്നി മുറിഞ്ഞുകല്ലിൽ അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്ന നവദമ്പതികളും ഇരുവരുടെയും പിതാക്കന്മാരുമാണെന്ന് കോന്നി MLA KU ജിനീഷ് കുമാർ സ്ഥിരീകരിച്ചു. അനു, നിഖിൽ, മത്തായി ഈപ്പൻ, ബിജു ജോർജ് എന്നിവരാണ് മരിച്ചത്. അനുവും അഖിലും നവദമ്പതികളാണ്. ഇരുവരും നവംബർ 30-നാണ് വിവാഹിതരായത്. മധുവിധം ആഘോഷിക്കാനായി മലേഷ്യയിലേക്ക് പോയ ഇരുവരെയും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് നവദമ്പതികളെ കൂട്ടിക്കൊണ്ടുവരും വഴിയാണ് അപകടമുണ്ടായത്. വീട്ടിലെത്താൻ 6 കിലോമീറ്റർ മാത്രം ശേഷിക്കെയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടമുണ്ടായത്. അനുവിന്റെ അച്ഛൻ ബിജു ജോർജാണ് കാർ ഓടിച്ചിരുന്നത്. അനുവും നിഖിലുമാണ് കാറിന്റെ പിൻ സീറ്റിലിരുന്നത്. അനുവും നിഖിലും കാനഡയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇരുവരുടെയും പിതാക്കന്മാർ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് അധിക കാലവുമായിട്ടില്ല. കാർ വെട്ടിപ്പൊളിച്ചാണ് അകത്തുണ്ടായിരുന്നവരെ പുറത്തെടുത്തതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപ്പുറത്തേക്ക് ഗൗരവതരമായി സമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യം വാഹനങ്ങൾ പൊതുനിരത്തിൽ നമ്മളൊക്കെ പാലിക്കണം. ഒരു വാഹന സംസ്കാരമാണ് ഇതിനെപ്പറ്റി ഇങ്ങനൊരു വാർത്ത പ്രേക്ഷകത്തിൽ നിന്ന് ലഭിക്കുന്നത് എന്തുകൂടി അനുവൊഴികെ മറ്റുള്ളവരെല്ലാം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണത്തിന് കീഴടങ്ങി. അനുവിന് ജീവനുണ്ടായിരുന്നെന്നും കോന്നി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിലാണ് മരണം സംഭവിച്ചതെന്നും അവസാന പ്രതീക്ഷയായാണ് പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. തെലങ്കാനയിലെ ഹൈദരാബാദ് സ്വദേശികളായ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സിലാണ് കാർ കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു. ഇയാളെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. മൂവാറ്റുപുഴ പുനലൂർ ദേശീയപാതയിലാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. നാട്ടുകാർ എത്തിയാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി അപകട കാരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. വിസ്മയ ന്യൂസ്, പത്തനംതിട്ട.